ആത്മാക്കൾ താമസിക്കുന്ന ഇടമാണ് ഇതെന്നാണ് പഴയ ഖാസി ഗോത്രക്കാരുടെ വിശ്വാസം. രാത്രികാലങ്ങളിൽ ഇപ്പോഴും ഇതിനുള്ളിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നാണ് ഒരു വിഭാഗം. ലോകത്തിലെ തന്നെ സെക്കൻഡ് വെറ്റസ്റ്റ് പ്ലേസായ ചിറാപുഞ്ചിയിൽ ലൈംസ്റ്റോൺ റോക്കിലൂടെ മഴവെള്ളം ഊർന്നിറങ്ങി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി കൊത്തിയെടുത്ത ഒരു അത്ഭുതമാണ് മൗസ്മായി കേവ്. പണ്ടുകാലത്ത് ഗോത്രവർഗക്കാർ വന്യജീവികളിൽ നിന്നും മഴയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു സുരക്ഷിത താവളമായിട്ടാണ് ഈ ഗുഹയെ കണ്ടിരുന്നത്. ഏകദേശം 150 മീറ്റർ മാത്രം നീളമുള്ള ഈ ഗുഹയുടെ ഉൾഭാഗത്ത് പലയിടങ്ങളും വളരെ ഇടുങ്ങിയതും ഇരുണ്ടതുമാണ്. നാരോ പാസേജസ്, ജൈന്റ് റോക്ക് ഫോർമേഷൻസ്, ഡ്രിപ്പിംഗ് വാട്ടർ സൗണ്ട്സ്, വവ്വാൽ കൂട്ടങ്ങളും എല്ലാം കൂടെ ഒരു ഫാന്റസി മൂവി സെറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. തല നല്ലോണം കുനിച്ച് നടന്നിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇലക്ട്രിക് ബൾബുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈ കേവിലൂടെയുള്ള യാത്ര ഒരു ചലഞ്ച് തന്നെയാണ്. ചെറിയ വിടവുകളിലൂടെ സൂര്യപ്രകാശം ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പം ഗുഹ മുഴുവൻ ഗോൾഡൻ കളർ ആവുന്ന കാഴ്ച ശരിക്കും ഒരു മാജിക്കൽ മൊമെന്റ് ആണ്. ഗുഹയുടെ പുറത്ത് ചിതൽപുറ്റു പോലെ രൂപം പ്രാപിച്ച പാറക്കൂട്ടങ്ങളും നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് കേട്ടോ. മേഘാലയയിലെ ഏറ്റവും ഐക്കോണിക് സ്പോട്ടായ മൗസ്മായി കേവ് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരിടം തന്നെയാണ്.